One star falls into the sky. The summer was alive, going to the end of time. I can see the daylight. I swear perfect. Is it really the end? Just so like a stranger, so far away from me. You said you're running for me, but I managed from our story. Baby, don't be sorry for me, 'cause it's just a perfect story. You said you're running for me, but I managed from our story. Baby, don't be sorry for me, 'cause it's just a perfect story. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫ്. അതാണ് ഞാൻ എന്താ പറയുക തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോ പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ അബുദാബി കോർണിഷ് ഏരിയയിലുള്ള റോഡ്സ് ആണ്. അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. റംദാൻ സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലാണ് സ്റ്റാർസ്, മൂൺ അങ്ങനെയുള്ള ഡിസൈൻസൊക്കെ കൊടുത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ രാത്രി ഈ റോഡിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവിന് വേണ്ടി മാത്രം ഇറങ്ങുന്ന ആൾക്കാർക്ക് നല്ല രസമാണ് ഈ റോഡിലൂടെ ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിദിയ മോളിലേക്കാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് മസാല ദോശ, തട്ട് ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അക്കിയെടുത്ത് പറഞ്ഞു നമുക്ക് കാലിദിയിൽ പോയിട്ട് കുംഭകോണം കഫേയിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഡിന്നറാക്കി പ്ലാൻ ചെയ്യാം. അങ്ങനെ ഇതേ നമ്മൾ നേരെ എത്തുന്നത് കാലിദിയ മോളിലേക്കാണ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതേ കുംഭകോണം കഫേയിലേക്ക് നടക്കുകയാണ്. ഇന്ന് എനിക്ക് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് തട്ട ഇഡ്ഡലിയാണ്. അക്കി മിക്കതും മസാല ദോശ ആയിരിക്കും വാങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ വട, അതുപോലെ ഇഡ്ഡലി, ദോശയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ എത്തുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10:30, 11 അടുത്താണ് എത്തുന്നത്. ഇതൊരു 1 o'clock വരെ ഓപ്പൺ ആണ് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് തുറന്ന സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. പിന്നീട് അത് കുറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ ആക്ച്വലി ഇത് സെക്കൻഡ് ബ്രാഞ്ചാണ് അബുദാബിയിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ഓൺ ദി വേ പോകുമ്പം കുറേ ഷോപ്സിൽ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. R&Bയിലാണെങ്കിലും അഫോർഡബിൾസിലാണെങ്കിലും ഒക്കെ നല്ല പ്രൈസ് റേഞ്ചിൽ കുറേ ഐറ്റംസ് കണ്ടു. അപ്പോൾ തിരിച്ച് ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. വിചാരിച്ച പോലെ തിരക്കൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ റംദാൻ ആയതുകൊണ്ടായിരിക്കണം ആളുകൾ വളരെ കുറവാണ്. ഒരുപാട് ചെയർസ് എംപ്റ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമേ അല്ല ഇഡ്ഡലി ഞാൻ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ പോലും കഴിക്കാറില്ല. ആ ആളാണ് ഇന്ന് തട്ട ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ഡിസ്പ്ലേ ഐറ്റംസൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ദോശയാണ്. ദോശയും പിന്നെ അതുപോലെ ഉഴുന്നുവടയൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു പൊടി തട്ട ഇഡ്ഡലി മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗീ മസാല ദോശ, പിന്നെ 2 ഉഴുന്നുവട, ഫിൽറ്റർ കോഫി. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ അവരിങ്ങനെ ഒരു ഐറ്റവും കൂടി തന്നിട്ടുണ്ട്. ഇത് അടിക്കുമ്പം നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എന്തായാലും അത് ഇതുപോലെ കാലിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുമ്പം ഈ ഒരു ഫുഡ് കോർട്ട് ഇങ്ങനെ കാണുന്നത്. അക്കി ഇതേ നമ്മുടെ ഫുഡ് മേടിച്ചിട്ട് വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തട്ട ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ
എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് തുംകൂർ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ രാവിലെ മെസ്സിൽ കിട്ടുന്ന ഏക ഐറ്റം ഈ പറയുന്ന തട്ടയിഡ്ഡലിയാണ്. നല്ലതെന്ന് പറഞ്ഞ ആൾക്കാർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, അവിടുത്തെ തട്ടയിഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഇത്തിരി മധുരമുള്ളൊരു സാമ്പാറും കൂടി കിട്ടും. അതും തട്ടയിഡ്ഡലിയും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ഇഡ്ഡലി ഐറ്റംസ് ഒന്നും പൊതുവേ ഇഷ്ടമല്ല. അവിടെ തുംകൂർ കഴിച്ച ഒരു ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തട്ടയിഡ്ഡലി ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ ഇടണോ വേണ്ടിയെന്ന് അവർ ചോദിച്ചിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ തട്ടയിഡ്ഡലി അത്രയ്ക്ക് ടേസ്റ്റ് വന്നില്ല. അപ്പോൾ ആക്കി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. ഗീ ഇട്ടിട്ടുള്ള ഒരു തട്ടയിഡ്ഡലിയും കൂടി നമ്മൾ ഓർഡർ ചെയ്തു. ആക്കി മസാല ദോശയൊക്കെ തട്ടി ഞാനും ഹാഫ് മസാല ദോശ കഴിച്ചു. എൻ്റെ തട്ടയിഡ്ഡലി ആക്കിയാണ് കഴിക്കുന്നത്. എനിക്ക് വേറൊരു ഗീ ഉള്ള തട്ടയിഡ്ഡലി ആക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറൊക്കെ കംപ്ലീറ്റ് ഫുള്ളായി. അതിനുശേഷം ഞങ്ങളൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഓഫേഴ്സുള്ള കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഇത് ആക്ച്വലി BBZ എന്ന് പറയുന്ന കടയാണ്. നല്ല ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. അപ്പം ഹാൻഡ് ബാഗ്സ്, ഫുട്വെയർസ് ഒക്കെ വേണമെന്നുള്ളവർ ഈ ഒരു ഷോപ്പിൽ വന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ പൊതുവെ എപ്പോഴും ഓഫേഴ്സ് അവർ ഇടാറുണ്ട്. പക്ഷേ ഈ തവണ ഹാൻഡ് ബാഗ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഞാൻ കണ്ടു. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഷൂസും ഫുട്വെയർസും ഒരുപാടുണ്ട്. ഈ ഒരു ഫുട്വെയറൊക്കെ ഭയങ്കര പ്രൈസ് കുറവിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരുപാട് നല്ല കളക്ഷൻസ് എനിക്ക് തോന്നി അവിടെ ഇത്തവണ ചെന്നപ്പം. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. നല്ല ഒരു ബൈ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഹീൽസും കാര്യങ്ങളൊന്നും വേണ്ട. എനിക്ക് ഫ്ലാറ്റ്സിനോടാണ് ഇപ്പം കുറച്ച് അധികം കാലങ്ങളായിട്ട് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഫ്ലാറ്റ്സ് ഒന്നും നല്ല കളക്ഷൻസ് ഞാൻ കണ്ടില്ല. ഹീൽസ് ഒരുപാടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊന്ന് മിനിസോൾ കയറി. അക്കി ആ സമയത്ത് വേറെ ഏതോ ഒരു അത്ലറ്റിക് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു കടയിൽ കയറി. നമുക്ക് ഒന്നും മേടിച്ചില്ലെങ്കിലും ജസ്റ്റ് കണ്ടിട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീല് കിട്ടുന്നൊരു നല്ലൊരു അടിപൊളി ഷോപ്പാണിത്. അങ്ങനെ ഇവിടെ കുറച്ച് ടൈമൊക്കെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം താഴെ ലുലുവിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിങ്ങിനൊക്കെ ശേഷം ബില്ല് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഓൺ ദി വേ ഇങ്ങനെ നമ്മൾ സിഗ്നലൊക്കെ എത്തിയപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു നമ്മുടെ അഞ്ജലി ശ്രീതേട്ടനെയും കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവരൊന്ന് പോയി മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് അവരുടെ വീട്ടിൻ്റെ പരിസരത്തോട്ടാണ്. വേറെ പ്ലാനൊന്നുമില്ല. അവർ ജസ്റ്റ് കാണുന്നു, കുറച്ച് ടൈം സംസാരിക്കുന്നു, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. നമ്മളിപ്പോൾ എവിടെ വന്നിട്ടുള്ളത്? ശ്രീതേട്ടനെ അഞ്ജലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അവരെ വെയിറ്റിംഗ് ആണ് നമ്മൾ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് അവരുടെ. കാണുന്ന ബിൽഡിംഗ് അതിൽ 3ാമത്തെ ഫ്ലോറാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ വിളിച്ചു അവരെ. അപ്പോൾ അവർ വരാമെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റിംഗ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാറ് ആ മോളുടെ അവിടെ പാർക്ക് ചെയ്തപ്പം വേറെ തൊട്ടപ്പുറത്തുള്ള വണ്ടിയിൽ ഒരു ലേഡി ഡോറ് തുറന്നപ്പോൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് തട്ടി. അപ്പോൾ അതുകൊണ്ടാക്കി അതെന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ശ്രീതേട്ടനും അഞ്ജലി വരുന്നു. അവരുടെ അടുത്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയി. നമ്മൾ കാർ പാർക്കിംഗ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് നമുക്ക് തൊട്ടടുത്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് എപ്പോഴും പാർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനമൊക്കെ ഇതുപോലെ നമ്മൾ കൈ പിടിച്ചൊന്ന് നമുക്ക് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ അത് മാത്രമാണ് നമുക്കിവിടെ താമസിക്കുമ്പോൾ ഉള്ള ഒരു ഡീമെറിറ്റ്. നമ്മൾ താമസിക്കുന്ന സെയിം ബിൽഡിങ്ങിന് നമുക്ക് പാർക്കിംഗ് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയൊക്കെ പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര നല്ലത്. നമുക്ക് വളരെ ഭാഗ്യമുള്ള സമയത്ത് മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. എനിവേ അങ്ങനെ ആ ഒരു ദിവസവും അങ്ങനെ തീർന്നു. ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ അല്ല, ഇതൊരു ബിറ്റാണ്. ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ അടുത്തുള്ള ഒരു ഹെയർ സലൂണിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ
വേറെ പ്രത്യേകിച്ച് ഉള്ള പ്ലാനും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് മുടിയിൽ ഞാൻ കുറച്ചധികം എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മലയാളി ചേച്ചിയാണ്, അപ്പം ആ ചേച്ചിയുടെ ഞാൻ പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞ എണ്ണ തേച്ച് വന്നു, നന്നായിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ വാഷിന് വേണ്ടി പോകുന്ന ഒരു ബിറ്റാണ്. അപ്പം ഞാനിത് എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു സലോൺ. ഇതൊരു ഫിലിപ്പീനീസ് നടത്തുന്ന സലോണാണ്. പക്ഷെ നമുക്കിവിടെ ഒരു മലയാളി ചേച്ചി ഉണ്ട്. ഇതൊരു കുഞ്ഞു സലോണാണ്, പക്ഷെ ഇവർ മന്ത്ലി ബേസിസിൽ ഇവരുടെ ഓഫേഴ്സൊക്കെ ഇവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നല്ല ഡീലൊക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ വാഷിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ്. ഇവരെടുത്ത് വന്ന് കുറച്ച് ടൈമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പോകുമ്പോൾ തന്നെ എന്തോ ഒരു നല്ല ഒരു സന്തോഷം കിട്ടാറുണ്ട്. പൊതുവേ ഈ ഫിലിപ്പീനീസ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരും, ഇവരുടെ അടുത്തൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. എനിക്കിഷ്ടമാണ് ഈ ഒരു സലോണിൽ വരാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹെയർ കെരാറ്റിനാണെങ്കിലും ഹെയർ കളറിങ് ആണെങ്കിലും ഈവൻ നെയിൽ എക്സ്റ്റൻഷൻ വരെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഓവറോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, ചെറുതായിട്ടൊരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ പോലെ എനിക്ക് വന്നു. അപ്പം കുറച്ചധികം വന്നതുകൊണ്ടാണ് ഞാനിപ്പം ഹെയർ വാഷിനായിട്ട് വന്നത്. അപ്പോൾ ഈ ചേച്ചി ഒന്ന് ജസ്റ്റ് നന്നായി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നിപ്പം ജസ്റ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ സ്പാ വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. ഓക്കെ, നൗ ടെൽ മീ ലൈക്ക് വിച്ച് ഓൾ ഓഫേഴ്സ് യു ആർ പ്രൊവൈഡിങ് ദിസ് മന്ത്? We have 30% off this month. 30%. Oh, every services? Yeah, every services. Until end of the month. End of the month. You can come. Okay, each month you will be like adding on new one? Next month is another promo. Okay. Just this month, 30% off. Any services. Due to Ramadan? Yes. Okay. Okay then. Thank you. അങ്ങനെ നമ്മൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് വന്നു. മുടി വാഷ് ചെയ്തിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഒരു ഹെയർ മാസ്ക് ഒക്കെ ഇടേണ്ടതാണ്. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഡീപ്പ് ഹെയർ വാഷിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാലും നല്ല സർവീസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി ചെയ്യാനായിട്ട്. That's it. നമ്മളിതേ ഈവനിങ് ആയപ്പം ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഫേവറേറ്റ് സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത് ബാങ്കൊക്കെ കൊടുത്ത് അവരുടെ നിസ്കാരത്തിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അൽവാദ മോളിലേക്കാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോളാണ്. യൂഷ്വലി ഞാൻ എപ്പോഴും ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പം ഒന്ന് പോകാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒന്ന് ജസ്റ്റ് അൽവാദ മോൾ വരെ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അൽവാദ മോളിൽ പോകുന്നു. ഒരു ഡ്രൈവും കൂടിയാണ്. അക്കിയുടെ വീക്കെൻഡ് പരിപാടിക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. അതിനുശേഷം നമ്മൾ നേരെ പോവാണ്. റംദാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ മോൾസിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള രീതിയിൽ ഈ ഡെക്കറേഷൻ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ പൊതുവേ ഒക്കേഷൻ അനുസരിച്ചിട്ട് എല്ലാ മോൾസിലും ഇതുപോലെ ഒരു ഏരിയ ഉണ്ടാവും. അവിടെ ഏതൊരു ഒക്കേഷനാണോ അതിനനുസരിച്ചിട്ടുള്ള തീമിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2-3 വീഡിയോസിൽ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിൽ ഒരുപാട് ഇതുപോലത്തെ എല്ലാ മോൾസിൽ പോകുമ്പോഴും കണ്ട കാഴ്ച ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഫെസ്റ്റിവലായ റംദാൻ പോലും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കുറേ പരിപാടികളും അവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ആ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടെ നമ്മുടെ കുറച്ച് അത്യാവശ്യമുള്ള ഗ്രോസറി ഒക്കെ മേടിക്കാനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു ഫുട്വെയറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂസ് നോക്കുന്നുണ്ട്. ഞാൻ 2-3 സ്ഥലത്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
അങ്ങനത്തെ ഒരു സംഭവം എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പം എനിക്ക് 2 ടൈപ്പ്, ഞാൻ യൂഷ്വലി പണ്ടൊക്കെ ഇങ്ങനത്തെ ഷൂസ് ഇടുമായിരുന്നു, പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഇപ്പം എന്തോ ഇങ്ങനത്തെ ഷൂസ് ഇടാനുള്ള ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 2 എണ്ണം ഇട്ട് നോക്കി. ഞാൻ അവസാനം ഫൈനലൈസ് ചെയ്തത് ഈ കാണുന്ന പിങ്ക് കളർ ഷൂസാണ്. നമ്മുടെ നാട്ടിൽ ബാറ്റയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഇവിടെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷൂസ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഷൂസ് വേണമായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ആ ഒരു പിങ്ക് കളർ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നമ്മളതെടുത്തു. ഇതേപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഷൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷൂസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ആ നടുവിലുള്ള ബാൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്, എപ്പോഴും അത് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷൂസ് എടുക്കാഞ്ഞത്. നമ്മുടെ പിങ്ക് കളർ ഷൂസ് ആകുമ്പോൾ നമുക്ക് ഈസി ടു വെയർ ആണ്, പിന്നെ കംഫർട്ടബിളും ആയിരുന്നു. അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങും കൂടി ചെയ്തു. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ, അല്ലാതെ അധികമൊന്നും മേടിച്ചില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് സ്ഥിരമായി മേടിക്കുന്ന ഒരു സ്വീറ്റ് കോൺ ഏരിയ ഉണ്ട്. നമുക്ക് ഓപ്റ്റ് ചെയ്ത രീതിയിലാണ് അവർ മസാലാസ് ഇടുക. അപ്പോൾ ഈ തവണ ഞാൻ ഓപ്റ്റ് ചെയ്തത് ചീസും സോൾട്ടും ബട്ടറും മാത്രമാണ്. അക്കിക്ക് കുറച്ചും കൂടി മസാലാസ്, ബാർബിക്യൂ, പിസ്സ അങ്ങനെയുള്ള മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടാണ് അക്കിയുടെ ഈ തവണ എടുത്തത്. എന്തായാലും എനിക്ക് പൊതുവേ ഇപ്പോൾ ഇവിടെ വരുമ്പം ഞാൻ മേടിക്കാറുണ്ട്. 10 ദിർഹമേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്വീറ്റ് കോൺ കിട്ടും. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ കഴിക്കുകയാണ്. നമ്മൾ പാർക്കിങ്ങിൽ തന്നെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ലൊരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഭയങ്കര ടെംപ്റ്റേഷനായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ലൈഫിലെ കുറച്ച് റാൻഡമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.